ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ ഒരു കാര്യം കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ വായനാശീലം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? എത്ര കൂട്ടുകാർ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന കൂട്ടുകാരുണ്ട്? പത്രം വായിച്ച് അത് വായിച്ചിങ്ങനെ പേപ്പറിൽ കുറിച്ച് വെക്കും അന്നന്നത്തെ വാർത്തകൾ. അങ്ങനെ പത്രം വായിക്കുന്ന കൂട്ടുകാരുണ്ടോ? വാർത്തകൾ നോട്ട് ചെയ്ത് വെക്കുന്നേ. ചില കൂട്ടുകാർക്ക് സ്കൂളുകളിൽ വാർത്ത നോട്ട് ചെയ്തുകൊണ്ട് പോകണം. അതായത് നമ്മൾ അന്നന്നത്തെ ന്യൂസ് റീഡ് ചെയ്തിട്ട് അത് സ്കൂളുകളിൽ ചെന്ന് വായിക്കുന്ന ഒരു ശീലം ചില സ്കൂളുകൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് ചെയ്യുന്ന സ്കൂളിലെ കുട്ടികളുണ്ടോ ഇത് കാണുന്നതില്? അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരും അല്ലാത്തവരും എന്നും രാവിലെ പത്രം വായിക്കുന്ന ശീലം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് അതൊക്കെ വായിക്കാൻ നോക്കണം. വായനാശീലമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് വായനാശീലമാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. വായനാശീലം ഒരു വഴിക്ക് ഞാൻ വെച്ചു, അത് കൂട്ടുകാർ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താ ഇന്നലെ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്? യാ, രാ, ല, വ, ശ അല്ലേ? അവിടെ വരെയായിരുന്നു പഠിപ്പിച്ചു നിർത്തിയത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ഷ, സ, ഹ, ള, ഴ, റ. മനസ്സിലായല്ലോ? ഏതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്? ഷ, സ, ഹ, ള, ഴ, റ. ഞാനതൊന്ന് എഴുതട്ടെ. അപ്പം യാ, രാ, ല, വ, ശ വരെ പഠിച്ചു. ഇനി ഷ കണ്ടോ, ചെറിയ പോലെ പാ പോലെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഷ. സ രണ്ട് റ ചേർത്ത് വെച്ച് ഇങ്ങനെ യു പോലെ എഴുതിയ സ. ഷ, സ, ഹ. ഹ എങ്ങനെയാണെന്നറിയാമോ? ചെറിയൊരു തലയുള്ള മനുഷ്യനും വലിയ തലയുള്ള മനുഷ്യനും, അതാണ് ഹ. ചെറിയ തലയിട്ട് വലിയ തലയിടുന്നതിനെയാണ് ഹ എന്ന് പറയുന്നത്. ഷ, സ, ഹ. ഇനി അടുത്ത ഏതാണെന്നറിയാമോ? ല. ഇതെങ്ങനെയാണ് ല എഴുതുന്നത്? കെട്ടുപുള്ളിയിട്ട് ഇങ്ങനൊരു കൂനിപ്പിട്ട് ല. ഇനിയോ ഴ. കണ്ടോ, ഇങ്ങനെയാണ് ഴ എഴുതുന്നത്. പിന്നെ നമ്മുടെ റായും. റായ് അറിയാത്ത കൂട്ടുകാരില്ലല്ലോ. ഇപ്പൊ ഹരിശ്രീ എന്നല്ല, റായിൽ നിന്നാണ് പല ആൾക്കാരും കൂട്ടുകാരെ അക്ഷരം തുടക്കമിടുന്നത്. റാ ആദ്യം പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് എഴുതാൻ പഠിപ്പിക്കും. അങ്ങനെയാണ് എളുപ്പത്തിന് ഇപ്പൊ എല്ലാരും കൂട്ടുകാരെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായോ? അക്ഷരം ഷ, സ, ഹ, ള, ഴ, റ. ഇനി നമുക്ക് ഇത് വെച്ച് ഓരോ വാക്കുകളോട് നോക്കാം. ഷ വെച്ച് ഏതൊക്കെ വാക്കുകളുണ്ട് കൂട്ടുകാരെ? കൂട്ടുകാർക്ക് ഒരു കാര്യം അറിയാമോ? കൂട്ടുകാരെ ഒന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. വീട്ടിലെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ മതി. അത് അപ്പൂപ്പനമ്മമാരോട് കാട്ടിലും അച്ഛനമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ട് ഈ ലീഫ്ലർ അല്ലായിരുന്നു നമ്മുടെ പേനയിലൊക്കെ. പണ്ട് മഷിക്കുപ്പി ഉണ്ടായിരുന്നു. അതായത് ചെറിയ ബോട്ടിൽ അതിലിങ്ങനെ ഒരു മഷി. ആ മഷി നമ്മൾ ആ പേനയ്ക്കകത്തോട്ട് ലിങ്ക് ചെയ്ത് കയറ്റിയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. മഷിപ്പെൻ എന്ന് പറയും. പണ്ടത്തെ ആൾക്കാർക്ക് അതിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിന് യൂസ് ചെയ്യുന്നത് മഷിക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പം ഷാ വെച്ച് നമുക്ക് എന്ത് പഠിക്കാം? മഷിക്കുപ്പി. കൂട്ടുകാർ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കണം, മഷിക്കുപ്പി കൊണ്ടുള്ള പേന യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം അച്ഛനമ്മമാരത് പറഞ്ഞു തരും. അപ്പൊ ഷാ വെച്ച് മഷിക്കുപ്പി. പിന്നെ സാ വെച്ചുള്ള വാക്ക് ഏതാ കൂട്ടുകാരെ? സാ വെച്ചുള്ള വാക്ക് ഏതാ? ഇപ്പം മഴക്കാലമാണ്. കൂട്ടുകാർക്കൊക്കെ പേടിക്കേണ്ട ഒരു സാധനമാണ് സാ വെച്ചുള്ളത്. അതായത് സർപ്പം. സർപ്പം ഇപ്പൊ എല്ലായിടത്തും പാമ്പിനെയൊക്കെ കാണുന്നെന്ന് പറയുന്നുണ്ട്. ചൂടുകാലമായാലും മഴക്കാലമായാലും സൂക്ഷിക്കേണ്ട സമയമാണ്. ചൂട് സമയമാകുമ്പോൾ ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കും. പക്ഷെ മഴക്കാലമായാലോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇത് ഇങ്ങനെ നടക്കും. നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാം അല്ലേ? അറിയാതെ രാത്രി കളിച്ചിട്ട് വരുന്ന കൂട്ടുകാർ പാമ്പിനെ ചവിട്ടുന്നതും അമ്മമാര് പാമ്പിനെ ചവിട്ടുന്നതും ചിലർക്ക് കടി കൊള്ളുന്നതും. കുഞ്ഞുങ്ങൾ പത്രം വായിക്കുമെങ്കിൽ അറിയാം. പത്രത്തിന്റെ ആ ചരമക്കോളം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വാർത്ത മഴക്കാലമായി കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ് കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വലിയവർ മരിച്ചു എന്നുള്ളതാണ്. അപ്പം കൂട്ടുകാരോട് ഞാൻ പ്രത്യേകം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ മഴക്കാല സമയമാണ്, തണുപ്പാണ്. കൂട്ടുകാരൊക്കെ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് രാത്രി സമയങ്ങളിൽ ഇറങ്ങുന്നെങ്കിൽ കൂട്ടുകാർ ലൈറ്റൊക്കെ ഇട്ട് നല്ലവരെ സൂക്ഷിച്ച് വേണം
നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങാൻ. അഥവാ നമ്മൾ രാത്രി കിടക്കുമ്പോഴാണേലും നമ്മുടെ ബെഡും നമ്മുടെ വീടും പരിസരവും വീടിനകത്തെ പരിസരമൊക്കെ വൃത്തിയായിട്ടിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഈ സാവച്ചുള്ള സർപ്പം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പാമ്പിനെ പറ്റിയുള്ള ഒരു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മഴക്കാലമായോണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. പേടിക്കാനല്ല വന്നത്, സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. എപ്പോഴും നമ്മളൊരു കരുതലോടെ ഇരിക്കണം എന്നുള്ളത് എല്ലാ കാര്യത്തിനും നല്ലതായ ഒരു കാര്യമാണ്. പിന്നെ ഏതാണുള്ളത്? ഹാ വെച്ചുള്ള വാക്ക് ഏതാണെന്നറിയാമോ? കൂട്ടുകാർക്കറിയാം. കൂട്ടുകാർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. കാട്ടിലെ രാജാവാരാ കൂട്ടുകാരെ? കൂട്ടുകാർക്കറിയാമോ? അതെ, കാട്ടിലെ രാജാവ് കടുവയാണോ? അല്ല. സിംഹമാണോ? അതെ, സിംഹമാണ് കാട്ടിലെ രാജാവ്. സിംഹത്തെ നമ്മൾ സൂവിലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൂട്ടുകാരൊക്കെ സൂവിൽ പോയിട്ടുണ്ടോ? സൂവിൽ പോയിട്ടുണ്ടപ്പോ സിംഹത്തെ കണ്ടിട്ടുണ്ടോ അവിടെ? എങ്ങനെയാണ് സിംഹം ഗർജിക്കുന്നത്? ഗർ അല്ലേ? ഇങ്ങനെയാണ് സിംഹം ഗർജിക്കുന്നത്. സിംഹത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ഹാ വെച്ച സിംഹം. സിംഹം ആരാണ്? കാട്ടിലെ രാജാവ് അല്ലേ? നമ്മൾ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ പല കഥകളും കേട്ടിട്ടില്ലേ? നമ്മുടെ മുത്തശ്ശന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട്. സ്കൂളുകളിൽ കഥ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അത് ഇംഗ്ലീഷിൽ ലയൺ, മലയാളത്തിലാണേലും സിംഹത്തെ പറ്റിയുള്ള ചെറിയ ചെറിയ കഥകള് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ കാട്ടിലെ രാജാവ് ആരാ? സിംഹം. അപ്പം ഹാ വെച്ചുള്ള വാക്ക് ഏതാ? സിംഹം. മറക്കുവോ കൂട്ടുകാരത്? അപ്പൊ ഞാൻ ഇത്രയെന്ന് പറയട്ടെ. ഷാ വെച്ചുള്ള വാക്ക് ഏതായിരുന്നു? മഷിക്കുപ്പി. മഷിക്കുപ്പി ഏതാന്ന് വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിച്ചു നോക്കണേ, പറയും. പിന്നെ സാ വെച്ചുള്ള വാക്ക് ഏതാ? കരുതലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തിനും ഒരു കരുതൽ വേണം, ഒരു ശ്രദ്ധ വേണം എന്നൊക്കെ പറഞ്ഞില്ലേ? അത് എന്തിനെ പേടിച്ച? അതെ, സർപ്പം, പാമ്പ്, ഇതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് മഴക്കാലമായപ്പോ. അപ്പൊ അതും മറക്കരുത്. ഷാ സാ. പിന്നെ ഏതാണ് പറഞ്ഞത്? ഹാ വെച്ച് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അതെ, നമ്മുടെ കാട്ടിലെ രാജാവ്. ആരായിരുന്നു കാട്ടിലെ രാജാവ് എന്ന് ഞാൻ പറഞ്ഞേ? അതെ, സിംഹമായിരുന്നു കാട്ടിലെ രാജാവ്. ഇനി ലാ വെച്ചുള്ള വാക്ക് ഏതാ? അത് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ലാ വെച്ചുള്ള വാക്ക്. ഒരു ഉത്സവക്കടയിലേക്ക് പോയാലും എവിടെ പോയാലും നമ്മൾ നമ്മുടെ ഡ്രസ്സിന് ചേരുന്നത്, പിന്നെ അത് വേണമെന്ന് ആദ്യം പറയാം. എന്താണെന്നറിയാമോ? വള അല്ലേ? കൊച്ചു കൂട്ടുകാരികളാണേലും വലിയ കൂട്ടുകാരാണേലും അവർക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളാണേലും അവർക്ക് ഡ്രസ്സ് ഇട്ടാൽ പറയും എനിക്ക് ഡ്രസ്സിന് ചേരുന്ന വള വേണമെന്ന് പറയും ഇല്ലേ? അപ്പൊ നമ്മൾ കുപ്പിവളകളുണ്ട്. കുപ്പിവളകൾ യൂസ് ചെയ്തിട്ടുണ്ടോ കൂട്ടുകാര്? കുപ്പിവള, അതായത് താഴെ വീണാൽ നമ്മൾ പൊട്ടിപ്പോകുന്ന വള, അത് യൂസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കൂടുതലും കുപ്പിവളകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കൂട്ടുകാരത് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അമ്മമാരോടൊന്ന് പറയണം, എനിക്കൊന്ന് മേടിച്ചു തരാമോ ചോദിക്കണം. ജസ്റ്റ് പൊട്ടിച്ച് കയ്യിലൊന്നും കയറ്റില്ലേ ഞാൻ പറഞ്ഞിട്ട്, അതൊന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ സാധാ വളകൾ ഇറങ്ങുന്നുണ്ട് ഫാൻസി ടൈപ്പില്, അതും നമ്മുടെ ഡ്രസ്സുകൾക്കൊക്കെ ചേരുന്ന ടൈപ്പ്. അപ്പൊ ലാ വെച്ചാണ് വള. ഇനി ഴാ വെച്ചുള്ള വാക്കോ? ഞാൻ ആ വെച്ച് ആനയെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴവർഗ്ഗം ഏതാ? ഏത് ഫലം? വെച്ച് ഫലം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഏത് ഫലമാണ് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അതെ, പഴം. പഴം കൂട്ടുകാരുടെ വീടുകളിലൊക്കെ വാഴകളൊക്കെ ഇല്ലേ? അപ്പം ഴാ വെച്ച് വാഴ. ഈ പഴം ഉണ്ടാവുന്ന ഏതിലാണ്? വാഴയില്. വാഴയില്ലാത്ത ഒരു വീടുകളും ഇല്ല. കൂട്ടുകാരൊക്കെ നല്ല ഓണാകുമ്പോഴും വിഷു ആകുമ്പോഴും നമ്മുടെ പിറന്നാളൊക്കെ ആകുമ്പോൾ നല്ല വാഴയില് സദ്യ കഴിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നല്ല അരിയൊക്കെ പച്ചരിയൊക്കെ ഇട്ടുള്ള അട ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ കൂട്ടുകാര്? അതെല്ലാം ഈ വാഴയിലയിൽ നിന്നാണ്. വാഴയുടെ ഇലയിൽ നിന്ന്. ഇനി റാ വെച്ചുള്ള വാക്ക് ഏതാ? റാ വെച്ചുള്ള വാക്ക് ഏതാന്ന് ചോദിച്ചാൽ തറ. നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്കാണ്. മലയാള അക്ഷരം പഠിപ്പിച്ചാൽ നമ്മളെ ടീച്ചേഴ്സ്, നമ്മുടെ ആശാട്ടിമാര്, അതായത് പണ്ട് കളരിയൊക്കെ ഉള്ളപ്പോൾ ആശാട്ടിമാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ കൂട്ടുകാർ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആശാട്ടിമാർ ആദ്യം പഠിപ്പിക്കുന്ന വാക്കാണ്. റാ വെച്ചുള്ള വാക്ക് ഏതാണ്? തറ. എന്നൊക്കെ നമ്മൾ പറയും. അപ്പം തറയെ പറ്റിയാണ്. റാ വെച്ചുള്ള വാക്ക് ഏതാണ്? തറ. തറയുടെ ഇത് വെച്ചൊരു പാട്ടുണ്ടല്ലോ, കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ആദ്യം പഠിച്ചത് തറ, പിന്നെ പഠിച്ചത് പറ, പിന്നെങ്ങനെ നന്നാവാനാ. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ആദ്യം പഠിക്കുന്നത് പറയാണ്, പിന്നെ പഠിക്കുന്നത് തറയാണ് എന്നാണ് അതിൽ പറയുന്നത്. ഒരു ചെറിയ തമാശ രീതിയിൽ ആരോ എഴുതിയ പാട്ടാണ്. എന്നാലും
കൂട്ടുകാരെ ഒന്ന് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പാട്ട് പറഞ്ഞതേ ഉള്ളൂ. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പാടി നോക്കണേ വീട്ടില്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെയാ കൂട്ടുകാരെ പഠിച്ചത്? ഷ, സ, ഹ, ല, യ, റ. അപ്പൊ നമ്മുടെ കായ്ക്കല് വ്യഞ്ജനാക്ഷരങ്ങൾ ഇവിടെ തീർന്നു. ഞാൻ ഇനി ആദ്യം തൊട്ട് അതെല്ലാം ഒന്ന് എഴുതി കാണിക്കട്ടെ കൂട്ടുകാരെ. ഞാൻ എഴുതി കാണിക്കുവാണേ, ശ്രദ്ധിച്ചോണേ. ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. ട, ഇട്ട, ഡ, ഇട്ട, ന. മണിയുടെ ന. ത, ഇത്ത, ദ, ഇത്ത, ന. പ, ഇഫ, ഫലം പറഞ്ഞില്ലായിരുന്നോ? ബ, ഇഭ, മ. പിന്നെ ഏതാണ്? യ, ര, ല, വ, ശ. പിന്നെയോ? ഷ, സ, ഹ, ള, ഹ. ഞാൻ ഒന്നുകൂടി വൃത്തിയായിട്ട് എഴുതി കാണിക്കാം. ചിലപ്പോൾ കൂട്ടുകാർക്ക് ചെറുതായി പോയതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സ, ഹ, ള, യ, റ. കണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തരട്ടെ, കൂട്ടുകാർ ശ്രദ്ധിക്കുമോ? ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. ട, ഇട്ട, ഡ, ഇട്ട, ന. ത, ഇത്ത, ദ, ഇത്ത, ന. പ, ഇഫ, ബ, ഇഫ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. കൂട്ടുകാർക്ക് മനസ്സിലായോ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു നമ്മൾ, അല്ലേ? അപ്പം നമ്മൾ അതെല്ലാം നമ്മൾ പഠിച്ചു. ഇനിയിപ്പം നാളെ കൂട്ടുകാരെ ഞാൻ എന്താ പഠിപ്പിക്കുന്നെന്നുള്ളത് ഒരു സസ്പെൻസ് ആണ്. അത് നാളെ ഞാൻ നിങ്ങളുടെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നാളെ നിങ്ങളെ ഞാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത്. കൂട്ടുകാർ ഒരു കാര്യം മറക്കല്ല, ഞാൻ ചെറിയ ചെറിയ ഗിഫ്റ്റുകളുടെ കാര്യം പറഞ്ഞിരുന്നു. കൂട്ടുകാർക്ക് അത് ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് കമൻറ്റിലൂടെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കണം. സ്വരാക്ഷരങ്ങൾ എഴുതി നോക്കണം, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി നോക്കണം. സ്വരാക്ഷരങ്ങളിലുള്ള അക്ഷരങ്ങളിൽ നിന്ന് ഞാൻ പഠിപ്പിച്ച വാക്കുകൾ കൂട്ടുകാർ എഴുതി നോക്കണം. വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് ഞാൻ പഠിപ്പിച്ച വാക്കുകൾ കൂട്ടുകാർ എഴുതി നോക്കണം. കൂട്ടുകാരപ്പം ഇത് രണ്ടും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കൂട്ടുകാർ ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നതിൽ. അപ്പം ഇന്ന് കൂട്ടുകാർ ആഹാരമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഉറക്കമൊക്കെ ഉറങ്ങി നാളെ വെളുപ്പിനെ എണീറ്റ് പഠിക്കുന്ന സ്വഭാവമുള്ള കൂട്ടുകാരുണ്ടോ? അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല ശീലമാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർ മറക്കല്ലേ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ബൈ.